ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫണ്ണി ഗെയിമർ ഫിൽസ. പട്ടച്ചോനെ രാവിലെ തന്നെ നേരം വെളുക്കരുത്, എന്തൊരു കഷ്ടമാണ് ഗൈസ്. ഇന്ന് നമുക്ക് സ്കൂളിലേക്ക് റെഡി ആയി പോകണം. പണ്ടാരം ഗൈസ്, എനിക്ക് സ്കൂളിൽ പോകാൻ ഇഷ്ടമല്ലായിട്ടൊന്നുമല്ല. ആ തേങ്ങ എൻ്റെ കയ്യിൽ ആകെ ഒരു സൈക്കിൾ മാത്രം അവശേഷിക്കുന്നുള്ളൂ. നമ്മൾ അത് വെച്ച് എങ്ങനെയാണ് ഗൈസ് സ്കൂളിൽ പോവുക? ഇപ്പോഴാണെങ്കിൽ എൻ്റെ ക്ലാസ്സിലത്തെ കുട്ടികളൊക്കെ ഈ ബൈക്കിലൊക്കെയാണ് വരുന്നത്. കാർ എടുക്കൂല, ബൈക്കൊക്കെ എടുക്കണത്. ഞാൻ മാത്രം സൈക്കിളിലാണ് പോകുന്നത്. ഇനി എല്ലാവരും പരിഹാസം കേൾക്കാൻ വേണ്ടി റെഡി ആയിട്ട് അങ്ങോട്ട് പോവാൻ വെക്ക്. ഓ ഗൈസ്, തൊരിഞ്ഞൊരു സൈക്കിള്. ഇതും കൂടെ അല്ലെങ്കിൽ ഞാൻ എല്ലാവരുടെയും ഊക്ക് കൊണ്ട് ചത്തേനെ. ഗൈസ്, നമുക്ക് എന്തായാലും ക്ലാസ് കയറാം ഗൈസ്. ഇപ്പം വരും 4 പണ്ടാറങ്ങൾ. ഓ വന്നു. എടി നീ ഇപ്പോൾ ഈ പാറ്റ് സൈക്കിളിലാണ് വരുന്നത്. ഞങ്ങളുടെയൊക്കെ ബൈക്ക് നോക്ക്, ഹയാബൂസ, ബുള്ളറ്റ് ആൻഡ് കുറേ ബൈക്കുകളുണ്ട്. ഇതുപോലെ ഒന്നെന്താ നീ മേടിക്കാത്ത? അതിന് നിങ്ങളെ പോലെ ഞാൻ പൈസക്കാരല്ല. ഓ അങ്ങനെ. എന്തായാലും ക്ലാസ്സിൽ കയറി പോടിയായിരുന്നു. നമ്മൾ പോയിക്കോളാവേ, നമുക്ക് ക്ലാസ് കയറാം. ഓ ഗൈസ്, രാവിലെ ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ബസ്സിൽ കയറി പോവാ ഗൈസ്. നമ്മൾ എന്തായാലും ബസ് പോലും നമുക്ക് എന്തായാലും ബാഗൊക്കെ എടുക്കുക ഗൈസ്. എനിക്കാണെങ്കിൽ ദേഷ്യം വരും കേട്ടോ. നമ്മളിപ്പോഴും ബസ്സിലാണ് പോകണേ. എൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാൻ പറ്റില്ല, ക്ലാസ്സിലത്തെ കുറച്ച് പെണ്ണുങ്ങളാണ്. അവരൊക്കെ നല്ല ബൈക്കിൽ വന്നിട്ട് എന്നെ എപ്പോഴും കളിയാക്കും. അങ്ങനെ മോശമൊന്നുമല്ല ഗൈസ്. ബസ്സിനെന്താ കുഴപ്പം? മാസം 750 റുപ്യ അല്ല പിന്നെ അത് കൊണ്ടുപോകുന്നുണ്ടല്ലോ. ബസ്സിൽ പോകണ സുഖം വേറെ ഒന്നിനും കിട്ടൂല. ആ വിൻഡോ സീറ്റിൽ ഇരിക്കുമ്പോഴുള്ള സുഖം ഉണ്ടല്ലോ, അത് ഓരോ ബൈക്കിൽ ഇരുന്നാൽ പോലും കിട്ടൂല. ബസ് നൊസ്റ്റാളജിയാണ് ഗൈസ്. LKG തൊട്ട് ഞാൻ ഇതുമ്പോൾ കയറാൻ തുടങ്ങിയതാണ്. പിന്നല്ലേ ഓരോരു വർത്താനം. ഓ നമുക്ക് നോക്കാം. ഓ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ മഹാനായവളി? ഓ മഹാനായവളല്ല, നിനക്ക് മലയാളം അറിയില്ല അല്ലേ? ഓ ഓ ഓ നീ കൂടുതൽ ചിലക്കണ്ട. ഓ നീ എൻ്റെ അടുത്ത് ചിലക്കണ്ട. ഞങ്ങളുടെ ബൈക്ക് നോക്കും, നീ ബസ്സിലല്ലേ വരും. ഓ എന്നാൽ ശരി, ഞാൻ ക്ലാസ് കയറി പോട്ടെ. ഗൈസ്, നമ്മളെന്തായാലും രാവിലെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങട്ടെ. നമ്മളെ BMW ഒക്കെയാണ് എടുക്കുന്നത്. നമുക്ക് എന്തായാലും സ്കൂളിലേക്കൊക്കെ ഒന്ന് പോവാം. ഇന്ന് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞതാണ്, എന്നാലും നമ്മളൊന്ന് സ്കൂളിലോട്ടൊക്കെ ഒന്ന് പോവാണ്. പഠിക്കേണ്ട ഗൈസ്. പട്ടികവർക്കുള്ള എൻ്റെ വണ്ടി വെച്ച്. ഓ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ വണ്ടി എവിടെ? ഞങ്ങളുടെയൊക്കെ വണ്ടി അവിടെ തന്നെ ഉണ്ട്. ഓ നീ കാറിലാണോ വന്നു? യെസ്, ഇതെൻ്റെ സ്വന്തം കാറാണ്. ആൻഡ് എൻ്റെ ഡാഡി വെരി റിച്ച്. ഞാൻ ക്ലാസ്സിലോട്ട് പോകട്ടെ. പൊക്കോ. ഗായ്സ്, നമ്മൾ സൈക്കിൾ എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ പ്രാന്ത് വരുന്നു ഗായ്സ്. എല്ലാവരും കളിയാക്കലും കേട്ട് ലാസ്റ്റ് സ്കൂൾ വിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും വേഗം പോവുക ഗായ്സ്. ഗായ്സ്, ഇത് നോക്ക്, ഞാൻ കളിക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ഗായ്സ്, ഇത് നോക്ക് ഗായ്സ്, എത്ര ബൈക്കുകളാണ്. ചേട്ടാ, ഇതെന്താ ഈ ബൈക്കിൻ്റെ ഷോറൂമിലൊരു കാറ്? അത് എൻ്റെ ലംബോർഗിനിയാണ്. ഞാൻ ഒരു ഷോഫിന് വേണ്ടി കയറ്റിയിട്ടതാണ്. ഓ ചേട്ടാ, ഓ ബൈക്കിനൊക്കെ നല്ല വില ആവൂലേ? മോളെ, നിന്നെ കണ്ടറിയാം നിനക്ക് കയ്യിൽ 10 പൈസ ഇല്ലാന്ന്. അതുകൊണ്ട് മോള് വേഗം സ്ഥലം വിട്ടോ. ഇത് മോൾക്കുള്ള ബൈക്കുകളല്ല. ഓ ചേട്ടാ, അപ്പം നമ്മളെന്നാർക്കും വേണ്ടാലോ. നമുക്ക് സങ്കടമൊന്നുമില്ല, വിഷമം. മോള് വിഷമിച്ച് വീട്ടിൽ പോയിരുന്ന് പൊത്തിരുന്ന് മോങ്ങിക്കോ കേട്ടാ. ചേട്ടാ, ഞാൻ പൊത്തിരുന്ന് മോങ്ങിക്കോളാം, കാരണം അതാണ് എൻ്റെ വിധി. എനിക്ക് നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ആർക്കും നമ്മളൊരു വിലയില്ല ഗൈസ്. സത്യം പറഞ്ഞാൽ നമ്മൾ മോയെ ആയി. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മളെന്തായാലും രാവിലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നെന്തായാലും സ്കൂളില്ല ഗൈസ്. നമുക്ക് എന്തായാലും അപ്പൻ്റെ ലെജൻഡർ എടുത്തിട്ട് പോവുക ഗൈസ്. ആൻഡ് അപ്പൻ്റെ ഫോർച്യൂണറിൻ്റെ ലെജൻഡറോ ഏതൊരു വണ്ടിയാണ് ഗൈസ്. എന്തായാലും വണ്ടിയാണ്. അപ്പൻ്റെ ലെജൻഡർ അടിപൊളി വണ്ടി കേട്ടോ. അയ്യോ ഗൈസ്, വണ്ടി ഒന്ന് ജസ്റ്റ് കുത്തിയിട്ടുണ്ട്. ഇന്നെ അപ്പൻ കൊല്ലുട്ടോ. അപ്പൻ എന്തായാലും കൊല്ലുമെന്ന് ഉറപ്പായി ഗൈസ്. അയ്യോ, ബ്രേക്ക് പോയി ഗൈസ്, സൗഭാഗ്യം. എന്തായാലും വർക്ക്ഷോപ്പിൻ്റെ മുന്നിൽ വന്ന് വണ്ടി നിന്നിട്ടുണ്ട്. എന്തായാലും ഒന്ന് ഇതിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിട്ട് പോവാം. സാമി എങ്ങനെയിട്ട് പോയാലോ ഗൈസ്. നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി കൊടുക്കാം കേട്ടോ, എന്നിട്ട് നടന്നു പോവാം. ഓ പണ്ടാരം ഡോറൊക്കെ തുറന്ന് ഡിക്കില്ലേ? ഓ ഭാഗ്യം, ഡിക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ അപ്പം കൊല്ലർന്ന് ഗൈസ്. നമ്മളെന്തായാലും അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗൂഗിൾ പേ പൈസ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം എൻ്റെ ചീത്തൊന്നും കേൾക്കില്ല അങ്ങനെ ഗൈസ്. നമ്മളെന്തായാലും ഓട്ടോറിക്ഷ വിളിച്ച് പോവുക കേട്ടോ. അത് ഇനി 5 ദിവസം കഴിയാണ്ട് എൻ്റെ വണ്ടി കിട്ടൂല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളെന്തായാലും ഒന്ന് നിർത്തിയേട്ടാ ചേട്ടാ. ദുഃഖ ഗൈസ്, ഹായ്, നല്ല അടിപൊളി വണ്ടികൾ. എന്തായാലും നല്ല മിന്നണ വണ്ടികൾ ഗൈസ്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു ബൈക്ക് മേടിച്ചാലോ? ചേട്ടാ, ഒരു ബൈക്ക് എടുക്ക്. മോളെ, ഏത് ബൈക്കാണ് വേണ്ടത്? എനിക്കോ? ഞാൻ നോക്കട്ടെ. എന്തൊരു അടിപൊളി വണ്ടികളാണ്. ഓ നല്ല അടിപൊളിയായിട്ടുണ്ട് ഗൈസ്.
നമുക്കിതിൽ ഏതാ മേടിക്കുക? എനിക്ക് കൺഫ്യൂഷൻ കേട്ടോ. കാരണം കുറേ അടിപൊളി സൂപ്പർ ഡൂപ്പർ ലൂപ്പർ വണ്ടികളുണ്ട്. ചേട്ടാ എനിക്ക് ഈ വണ്ടി മതി. ഓ ഈ വണ്ടിയാ? ഈ വണ്ടിക്ക് 2.5 ലക്ഷം. ഗൈസ് നമ്മളെന്തായാലും പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്, നോ പ്രോബ്ലം. നമുക്ക് എന്തായാലും ഈ ബൈക്ക് എടുക്കാം. ഗൈസ് എനിക്ക് ബൈക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കിട്ടും. നമുക്ക് എന്തായാലും അപ്പൻ്റെ വീട്ടിലോട്ട് പോവാം. അപ്പൻ്റെ അല്ല എൻ്റെ വീട്ടിലോട്ട്. അമ്മീ ഊൻ്റെ ഉമ്മളാൻ കെട്ട ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ രാവിലെ തന്നെ അറിയുന്നത് നിങ്ങൾ കണ്ടല്ല എൻ്റെ BMW. ആൻഡ് ഗൈസ് നമ്മൾ ഇന്ന് താറാണ് എടുക്കാൻ പോകുന്നത്. ഇത് ഇറ്റ്സ് നോട്ട് വെറും താർ, ഇറ്റ് ഈസ് മോഡിഫൈഡ് താർ. ഗൈസ് നമുക്ക് എന്തായാലും മോഡിഫൈഡ് താർ എടുത്ത് പോകും. എൻ്റെ നടുമ്പുറം ഒടിഞ്ഞ്. അയ്യോ ഗൈസ്. ഓ വണ്ടി അപ്പുറത്തോട്ട് തെറിച്ച് പോയി കത്തിയിട്ടുണ്ട്. അന്ന് നമുക്ക് എൻ്റെ കുറേ വേറെ വണ്ടികളുടെ നമുക്ക് നോ പ്രോബ്ലം ഗൈസ് ഷോറൂമിൽ പോയി വണ്ടി എടുക്കാം. ഈ ഷോറൂമിൻ്റെ മാനേജറോ ഓണറോ ആരെങ്കിലും ഉണ്ടോ? എനിക്കിപ്പോൾ ഇവിടെ ഒരു വണ്ടി മേടിക്കണം. ഓ മേഡം 1 സെക്കൻഡ് ഇപ്പം വരാം. 1 സെക്കൻഡൊക്കെ കയറിയിടോ, താൻ വേഗം വാ. മാഡം ഏത് വണ്ടിയാണ് മാഡത്തിന് ഇഷ്ടമായത്? എനിക്ക് റോൾസ് റോയ്സ് ഇഷ്ടമായി, എനിക്കത് വേണം. മാഡം 6.5 ലക്ഷം വേണം. 6.5 ലക്ഷമോ? അത്രേ ഉള്ളൂ? അയ്യേ ഗൈസ് നമ്മളെന്താ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും അല്ലേ ഈ വണ്ടിയൊക്കെ എടുത്തിട്ട് വേഗം പോകട്ടോ. ഇനി ഈ വണ്ടിയിൽ ഫുൾ റൈഡാണ് ഗൈസ്. അപ്പന് വണ്ടി കാണിച്ചെടുക്കണം. ഗൈസ് നമ്മുടെ വീഡിയോ എന്തായാലും ഇവിടെ വെച്ച് വേണ്ടിപ്പോൾ ഇഷ്ടമാണെങ്കിലേക്ക് ചാനൽ ചാനൽ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും മെനി ഗുഡ് ബൈ.